പുതിയ ലോകം പുതിയ സ്വപ്നം ആകാശത്തോളം ഉയരാൻ ഏടുകൾ മറിയുമ്പോൾ ഏടുകൾ മറിയുമ്പോൾ തുടരുന്നു നമ്മുടെ യാത്ര തുടരുന്നു. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന അബ്ദുള്ള കുട്ടി ഇടവണ്ണയുടെ റിയാന്റെ കിണർ എന്ന പുസ്തകമാണ്. ഇതൊരു ജീവചരിത്ര ഗ്രന്ഥമാണ്. പുസ്തകത്തിന്റെ പുറംചട്ട തന്നെ വളരെ ആകർഷണവും കൗതുകരവുമാണ്. ജലത്തിനായി ഒറ്റയ്ക്ക് പോരാടിയ ഒരു കുട്ടിയുടെ അസാധാരണ ജീവിതകഥ. ഈ പുസ്തകത്തിന്റെ ആദ്യ താളിൽ നൽകിയിരിക്കുന്നത് ഒരു ബാലന്റെ ചിത്രവും അതിനു താഴെ ആ ബാലൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമാണ്. അത് നമ്മെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ജലക്ഷാമം നേരിടുന്ന ഈ യുഗത്തിൽ അതിങ്ങനെയാണ്. ലോകത്തിലെ വെള്ളം മുഴുവൻ ഒരു ബക്കറ്റിൽ ഒതുക്കിയാൽ അതിൽ 1 ടീസ്പൂൺ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റാവുന്നതാവുകയുള്ളൂ. 1998 ജനുവരി കാനഡയിലെ ക്യാപ്റ്റൻ വില്ല ഹോളിക്രോസ് എന്ന സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു റിയാൻ. തന്റെ ടീച്ചറുടെ ക്ലാസ്സിൽ ജലക്ഷാമം അനുഭവിക്കുന്ന ആഫ്രിക്കൻ കുട്ടികളുടെ അവസ്ഥ കേട്ടറിഞ്ഞ് റിയാൻ തന്റെ മാതാവിനോട് ഒരു കിണർ കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. കുഞ്ഞു മനസ്സിലെ ആഗ്രഹത്തെ ആ മാതാവ് തല്ലിക്കെടുത്തിയില്ല. പകരം എല്ലാ പ്രോത്സാഹനവും നൽകി. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കുടിവെള്ളക്ഷാമമാണെന്ന് തിരിച്ചറിവ് അവനെ കൂടുതൽ അധ്വാനിയാക്കി. ഏകദേശം 1 വർഷമെടുത്തു അവൻ സ്വരുക്കൂട്ടിയ $70 സ്കൂളിന്റെ അടുത്ത് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആദ്യ പടിയായി. അങ്ങനെ ഒരു കിണറൊരുങ്ങി. കുട്ടികൾക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാവും. ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും ശുദ്ധജലം ലഭിക്കുന്ന ഒരു ദിവസം, അത് റിയാന്റെ സ്വപ്നം പോലെ നമ്മുടേതുമായി തീരാൻ വളരെയധികം പ്രചോദനകരമായ ഒരു ഗ്രന്ഥമാണിത്. റിയാന്റെ കിണർ എന്ന ഈ കൊച്ചു പുസ്തകം അവസരം കിട്ടുമെങ്കിൽ നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക.